തേങ്ങ കാണിക്കുന്നത്. ഞാൻ നീ പാനിപൂരി കഴിക്കാൻ വന്നതാ. ഹലോ, എല്ലാവർക്കും വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പം നമുക്കിന്നൊരു വിഷു വ്ളോഗ് കാണാം കേട്ടോ. അപ്പം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ വിഷു സ്പെഷ്യൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കണി കണ്ടിട്ട് തുടങ്ങാം കേട്ടോ. ഇതായിരുന്നേ ഞങ്ങളുടെ കണി. ഞാൻ ഈ വീട്ടിലോട്ട് മാറിയതിൽ പിന്നെയാണ് കേട്ടോ തന്നെ കണി വെക്കാനൊക്കെ പഠിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം എൻ്റെ കൂടെ ആമയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം മാലയൊക്കെ ഞാൻ തന്നെ കെട്ടിയതാണ്. ഞാൻ പൂവ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പോയി പൊട്ടിച്ച് കൊണ്ടുവന്ന് മാല കെട്ടിയതാണ്. അപ്പം ഇത് കണി വെച്ച് കാലത്ത് ഇങ്ങനെ എണീറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പണ്ടൊക്കെ അമ്മയാണ് ചെയ്തിരുന്നത്. അമ്മേനെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ചെയ്തിരുന്നു. പക്ഷെ ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. മാത്രമല്ല എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാനും പറ്റുന്നുണ്ട്. അതും വലിയ സന്തോഷം. അപ്പം നമുക്ക് അഭിചേട്ടൻ്റെ കയ്യിൽ നിന്ന് വിഷു കഞ്ഞീട്ടം മേടിച്ച് തുടങ്ങാം. അപ്പം അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തത് വെർട്ടിക്കലായിട്ടാണ്. അതിൻ്റേതാണ് ഈ ചെറിയൊരു മിസ്സിങ് ഈ 2 ഷോട്ടിൽ കാണാൻ സാധ്യതയുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാനും അഭിചേട്ടനും പിള്ളേരും കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോഴത്തേനും അഭിചേട്ടൻ്റെ വീട്ടിൽ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മാഷക്ക് വിഷുക്കട്ട കൊടുക്കാൻ പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 7 മണി 7:30 ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേനും വീട്ടിലത്തെ എല്ലാ പണിയും ചേച്ചി അമ്മയും കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. വിഷുവിന് ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും കഴിക്കുക. ഇത് വിഷുക്കട്ടിയും ശർക്കര നീരുമായിട്ടാണ് ഞങ്ങൾ കഴിക്കാറ് കേട്ടോ. നിങ്ങളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. പക്ഷെ ഞാൻ തൃശ്ശൂരുള്ളതെന്നാണ് കേട്ടിരിക്കുന്നത്. ഇത് ഉണക്കല്ലരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. പിന്നെ ഈ ശർക്കര നീരിൽ എൻ്റെ വീട്ടിലൊക്കെ ശർക്കര നീര് മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ ശർക്കര നീരിൽ നാളികേരപ്പാലും ഏലക്കായ പൊടിച്ചതും ഇതൊക്കെ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം വെയിറ്റ് ചെയ്യുക. ഉണ്ണിക്കുട്ടൻ അമ്പലത്തിൽ തറവാട്ടമ്പലം അടയ്ക്കാൻ പോയേക്കാണ്. അവനാണ് പിള്ളേരാണ് വിളക്ക് വയ്ക്കലും അടപ്പൊക്കെ ചെയ്യണത്. അപ്പോൾ അവൻ പോയേക്കായതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അവൻ വന്ന് കഴിച്ചു കേട്ടോ. ഉണ്ണിക്കുട്ടൻ വന്നാൽ അവൻ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും കൂടെ കഴിക്കാനിരുന്നേ. നീ ഇത് എന്നിട്ട് തേങ്ങ കാണിക്കുന്നത്. അപ്പൊ അഭിചേട്ടൻ അച്ഛനെ ഷർട്ടൊക്കെ സെറ്റ് ചെയ്ത് ബുള്ളറ്റും ഒരു ഫോട്ടോഷൂട്ട് സംഘടിപ്പിച്ചേക്കാട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അച്ഛനൊക്കെ നന്നായി എൻജോയ് ചെയ്യണ്ടായിരുന്നേ. അപ്പൊ അച്ഛൻ 1-2 ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. ബുള്ളറ്റ് വാങ്ങിയ പിന്നെ ഇതൊന്നും ആർക്കും ഓടിച്ചു നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഒഴിവ് കിട്ടണ്ടേ. അപ്പോൾ വിഷു ആയതുകൊണ്ട് അഭിചേട്ടൻ ഏത് സൈറ്റിലേക്ക് വിളിച്ചാലും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാട്ടാ. അപ്പോൾ അഭിചേട്ടാ സൈഡിൽ നിന്ന് അവർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ നല്ല സെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. അഭിചേട്ടൻ അതുകൊണ്ട് ട്രോളാനോ അതൊക്കെയാണ് ഐഡിയ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരില്ല, എനിക്ക് മറ്റുള്ളവർ ട്രോളാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ അതേ ചേച്ചിക്കും ചേട്ടനൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അഭിചേട്ടൻ യാത്ര ആക്കിയിട്ടവരെ. കാഴ്ചക്കാരൊക്കെ പോയി. ആരും പേടിക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പാട്ടാണ്. ഞങ്ങൾ കരോക്കെ ബോക്സ് കൊണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇത് പതിവാണ്. അപ്പോൾ അവനൊക്കെ ഇങ്ങനത്തെ അടിപൊളി ഈ ഒരു ട്രാക്കുള്ള പാട്ടുകളാണ് അവൻ്റെ ഫേവറേറ്റ്. എൻ്റെ പൊന്നി അവനത് മറ്റുള്ളവർ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് ഇത് ചിരിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടി. മൈക്ക് അവൻ്റെ ഇത് മേടിക്കാൻ പാടാം. പണ്ട് അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാനായിരുന്നു പാടുപെട്ടിരുന്നത്. ഇപ്പം ആ മൈക്കൊന്നും ഇങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് ആ തിരിച്ച് മേടിച്ചത്. മതിയിടാ നീ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അഭിചേട്ടൻ പാടി. എല്ലാവരും പാട്ട് പാടിയേ സമയത്ത് എല്ലാവരും ഹാളിലുണ്ടാവും കേട്ടോ. ഇപ്പം ഇവിടെ മിസ്സിങ് ഉള്ളത് അനിക്കുട്ടനും അശ്വതിയും പിള്ളേരുമാണ്. അവരെ മിസ് ചെയ്തായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ പാട്ട് കേട്ട് നന്നായി എൻജോയ് ചെയ്തിട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്.
ഇതാ നേരത്തെ എടുത്ത പോലെ ഒന്നും കൂടി ഇതിന്റെ ആംഗിൾസ് ഒന്നും കൂടി കാണിച്ചു തരാമോ? ആ വല്ല പൂ മേടിച്ചിരിക്കും. ആ റോസ പൊട്ടിച്ചോ? പറഞ്ഞത് കേട്ടല്ലേ ഈ തൊണ്ട ഓടി വരിക. മൂക്കിന്റെ ഉള്ളിൽ പ്രാണി ഒരു ഫോട്ടോ ഇപ്പൊ അർജം പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്ക് കാരണവർ തന്നെയല്ലേ? ഇതിന് ഇരിപ്പും നോക്കാവല്ലേ? ആ ഇരിപ്പും നോക്കാവണ്ടേ? അയ്യോ അതില് സർലാസൊക്കെ കൊറേ വിളമ്പിണ്ട്. ഹാപ്പി വിഷു. നല്ല ജലദോഷം വന്നിട്ടല്ലേ? വിഷു ക്ഷീണം. ഓ അവൻ കണ്ടു. അപ്പൊ നമുക്ക് വൈകുന്നേരം പൂരം കാണാൻ പോവാൻ. നീ വരുന്നില്ലേ? എന്തിനാ ആദ്യം കണ്ണ് കളയാൻ വേണ്ടി ഗെയിം കളിക്കണേ? നീ കൊറേ നേരമായി കളിക്കണേന്ന് എന്റെ അടുത്ത് മിന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അബ്ചാന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ച വഴിക്ക് തന്നെ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോരല്ല എൻ്റെ വീട്ടിലേക്ക് പോന്നേ. കാരണം അച്ഛൻ എവിടേക്ക് പോകാൻ നിൽക്കാം. അപ്പം അച്ചാച്ചനെ ഇന്ന് കൈനീട്ടം മിസ്സായാലോ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ വേഗം ധൃതി പിടിച്ചു. അങ്ങനെ ദേ കുറച്ചു നേരമൊക്കെ വന്ന് കിടന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണമല്ലേ. ഒരു സൈഡിൽ എല്ലാവരും ഒരു മൂലയിൽ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ആദ്യം ടാബിൽ കളിക്കാതിരിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വൈകുന്നേരം പൂരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങുന്നു. അവൻ ഉറങ്ങിയില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉറക്കക്ഷീണം വന്ന് അവിടെ പോയപ്പോൾ കാണിക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അബ്ചേട്ടൻ നേരെ വീട്ടിൽ പോയേ. എനിക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനും കുറച്ച് പണികളുണ്ടായിരുന്നു. പിന്നെ കണി വെച്ചതും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ അബ്ചേട്ടനും വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ബുള്ളറ്റിലൊക്കെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങാം, ജ്യൂസൊക്കെ കുടിച്ച് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷേ പിന്നെ ഒക്കെ ട്വിസ്റ്റ് ആയിരുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് വന്നിരുന്നു. ടിവിയിലെ സിനിമയും വെച്ച് അവിടെ ഇരുന്നു കേട്ടോ. ഏതോ ഒരു പഴയ തമിഴ് ഫിലിമായിരുന്നു. നല്ല മഴ പെയ്തു വിഷുവിന്. എൻ്റെ പൊന്നെ, ഞങ്ങളിന്ന് ചെറുക്കക്കൂട് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ മാമൻ്റെ ഓടിക്കൊന്നും പോയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് മാമൻ്റെ ഓടിക്ക് പോകാറുള്ളതാട്ടോ. ഇന്ന് മാമൻ്റെ ഓടിക്കൊന്നും പോയില്ല. എന്താ വെച്ചാൽ കല്യാണമായിട്ടും എൻഗേജ്മെൻ്റ് ഒക്കെ ആയിട്ട് അവിടേക്ക് എല്ലാവരും കണ്ടതല്ലേ എന്ന് കരുതിയിട്ട് ഇപ്രാവശ്യം പോയില്ല. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ചെറുക്കക്കോട് പൂരം കാണാൻ പോവാം, വൈകുന്നേരം കാവടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ അബ്ചേട്ടൻ പറഞ്ഞു ഒന്ന് ബുള്ളറ്റിലൊന്ന് പോയി നമുക്ക് തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് പിള്ളേർ എല്ലാവരും കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞതാണ്. റെഡിയായി വന്നിരുന്നപ്പോൾ തൊട്ട് മഴയാണ്, നല്ല മഴയാണ്. ആ ഒരു വിഷുവിൻ്റെ ഒരു ഇത് പോയിന്നേ. എന്തോരും അബ്ചേട്ടൻ ഏതോ ഒരു പഴയ തമിഴ് ഫിലിം കണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സെലിബ്രേഷൻസിനൊക്കെ മഴ പെയ്യുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ. ഓക്കെ, മഴ ഇരിക്കുക, ആകെ മൂടിക്കെട്ടി. സമയം ഇപ്പോൾ 6:10 നല്ല ഇരുട്ടായി. ടിവിയിലല്ലായിരുന്നു ഇത്ര നേരം. ഞാൻ എന്തോരം വീഡിയോ സമയം കൊണ്ട് പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തു എന്നൊക്കെ അറിയോ. അന്ന് എനിക്ക് ഒരാളെ എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ
Sure study wins the race mark. സ്ലോ ആയിരുന്ന നടക്കില്ല. മഴയാണ് ഗൈസ്, മഴ. ഇന്നിരുന്ന് ബോറടിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിട്ടോ. എനിക്ക് പാനിപ്പൂരി മേടിച്ചിടാൻ പറഞ്ഞിട്ട് ഞാൻ അബ്ചേട്ടനെ കുത്തിപ്പോയിക്ക് അവിടെ നിന്ന് എണീപ്പിച്ചു. നല്ല മഴയാണ് ഗൈസ്, നല്ല മഴയാ. വിഷുവായിട്ട് കൊറേ നാൾക്ക് ശേഷം ഇങ്ങനെ മഴ പെയ്യണോണ്ട് അല്ലേ? വിഷുവിന് ചൂടല്ലേ നമുക്ക് വേണ്ടേ, മഴയില്ലല്ലോ വേണ്ടേ, വേർത്ത് കുളിക്കണം. പക്ഷെ ഇപ്പൊ ഇത് നനഞ്ഞ് കുളിക്കേണ്ട അവസ്ഥയായി. ഇവിടെ ചെറുക്കോട് പൂരത്തിന് പോവാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടിലിരുന്നിരുന്നിരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. മഴ കുറയുന്നില്ല. ഒരു 5:30 തൊട്ട് പെയ്തു തുടങ്ങിയ മഴ. പാനിപ്പൂരി കഴിക്കാൻ വന്നതാ. പിള്ളേര് കണ്ട ഇത് കിട്ടും. എന്തായാലും വീഡിയോ കാണും. ആദ്യം ടീ കടയിൽ പോയി നോക്കാം. അവിടെ മഴ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് മഴ നനയും. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോവാം. ആദ്യം തൃശ്ശൂർ അധികം ചാട്ട് കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ടീ കടയിൽ നിന്നാണ് മേടിച്ചിരുന്ന ചാട്ടുകൾ. പക്ഷെ ഇപ്പോൾ അവിടുത്തെ ഒരു ടേസ്റ്റ് ഇല്ലടോ. പാനിപ്പൂരി ഒന്നും ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ ദഹിപ്പൂരി കുഴപ്പമില്ല. പക്ഷെ പാനിപ്പൂരിയിലത്തെ അവർ വെള്ളം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ചേർക്കാൻ തോന്നുന്നു. അപ്പോൾ അതിനൊരു പുളിപ്പും ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഫ്ലേവർ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എനിക്കിഷ്ടമില്ല ഇപ്പോൾ അവിടെ നിന്ന്. ഇപ്പോൾ അപ്പുറത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ടല്ലോ, ബിക്കാഷ് ബാപ്പു, ആ ഷോപ്പുണ്ട്. അവിടുത്തെ ടേസ്റ്റാണ്. പിന്നെ പുത്തമ്പള്ളിയുടെ അവിടെ ഒരു ഷോപ്പുണ്ട് ചാട്ടിൻ്റെ, അതും അടിപൊളിയാണ് കേട്ടോ. അതൊരു ചെറിയ ഷോപ്പാണ്. ഞാൻ പിള്ളേരൊക്കെ കൊണ്ടൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം പുളിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാനിപ്പൂരി കിട്ടും അവിടെ. അത് പൈസയും കുറവാണ്. അവിടെ 50 രൂപയോ മറ്റുള്ളൂ. അടിപൊളിയാണ്. ഇവിടുത്തെ കബാബ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. നല്ലതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് പാനിപ്പൂരി കഴിക്കാനൊക്കെ കൊതിയാവാം. പക്ഷെ ഇനി ഞാൻ അവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കില്ല. അപ്പോൾ അബ്ചേട്ടന് ദഹിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് വീതം പറയണം. ആദ്യം ഇത് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ കഴിപ്പിച്ച് നോക്കിയിട്ടാണ്, പക്ഷേ കഴിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടാണ് ഇപ്പം എല്ലാവരും അതിൻ്റെ ഫാൻസ്. അബ്ചേട്ടന് ഇപ്പോഴും വലിയ താല്പര്യമില്ല. പക്ഷെ മക്കളും ഞാനും കൂടെ കൂടിക്കഴിഞ്ഞു പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നേ. എന്നുവെച്ചാൽ വലിയ ചൂടുണ്ടായിരുന്നില്ല. കാരണം ഉച്ച വരെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ദൈവമേ ഉഷ്ണിക്കുമോയെന്ന്. പക്ഷേ മഴ പെയ്തുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. അതിൽ എന്തായാലും നന്നായി. പക്ഷെ വിഷുവിന് മഴ വേണ്ട. പാനിപ്പൂരി ഇപ്പോൾ അവിടുത്തെ ടേസ്റ്റ് ഇല്ല ചേട്ടാ. ഒരു ഭയങ്കര വെള്ളം ഒഴിക്കണേ, ഒരു പുളിയില്ല, വികാരില്ലാത്ത പനിപ്പൂരി അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പിള്ളേർ വിളിച്ചു തുടങ്ങി പോകണ്ടേ എന്ന് പറഞ്ഞിട്ട്. കാരണം മഴ അപ്പളത്തിന് നിന്നിരുന്നു. അപ്പം നിമ്മ ചേച്ചി വിളിച്ച് പറഞ്ഞു അവിടെ കാവടി തുടങ്ങുമ്പോൾ ഞാൻ വിളിച്ച് പറയാം, അപ്പം നിങ്ങൾ ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പം പറഞ്ഞ് വേഗം ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. കാരണം ഞങ്ങൾ കുറച്ച് കമ്പത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അപ്പച്ചേട്ടൻ്റെ വീട്ടിലും അവിടെ എൻ്റെ വീട്ടിലും പോയി കത്തിച്ചുകൊണ്ട് അത് അവിടെ ഇരിക്കുക. എല്ലാ പിള്ളേരും കൊണ്ടുപോയി കത്തിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ്റെ വണ്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയി അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ പോകാമെന്നായിട്ട് കരുതിയത്. അപ്പം പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അപ്പം അമ്മ മാമ്പഴ പുളിശ്ശേരിയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടു എല്ലാവരും കൂടെ ഇറങ്ങി വീട്ടിൽ പോകാനായിട്ട്. മഴ 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 ഒരു കാലി വിരിക്കല്ലേ. എവിടേക്ക് പോണേ കുഞ്ഞി?
മഴ പെയ്തില്ലേ ഞങ്ങള് പോവും, അല്ലെങ്കിൽ ഞങ്ങള് വെറുതെ അവിടെ നിന്ന് കറങ്ങി തിരിച്ചു വരും. അപ്പം അതേ പോണ വഴിക്ക് വിഷു ആണല്ലോ, അപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ മാറിയപ്പോഴാണ് കേട്ടോ ഈ പടക്ക പൊട്ടിക്കൽ ഇതൊക്കെ വീണ്ടും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പുണ്ണിക്കുട്ടനെയും കുഞ്ഞിനും കൊണ്ടുപോകാന്ന് കരുതിയതാണ്, പക്ഷെ പറ്റിയില്ല. കാരണം മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഈ കാറിൽ കൊള്ളാവുന്ന മാക്സിമം ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പടക്കത്തോടൊക്കെയാണ് താല്പര്യം കൂടുതൽ. ഇപ്പം ഞങ്ങൾ അധികം പടക്കം സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കമ്പിത്തിരിയും മേശപ്പൂ പോലത്തെ ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എടുക്കണില്ലെന്നുള്ളൂ. എടുത്ത് വെക്കാൻ പറഞ്ഞത് പുറത്തിങ്ങനെ കുഞ്ഞിക്ക് നല്ല ജലദോഷം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കർച്ചീഫ് എടുക്കാൻ അമ്മാമ്മ പറഞ്ഞു. പക്ഷെ എടുക്കാൻ വന്നപ്പോൾ അമ്മ അത് എടുത്തു കൊണ്ടയ്ക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷനാണ് കേട്ടോ. അപ്പം പിന്നെ കമ്പിത്തിരി കത്തിക്കാൻ ചിരാതിലാണ് ദീപം കൊളുത്തിയിട്ട് ചെയ്യുന്നത്. അപ്പം അതെടുത്തിട്ട് ഞാൻ ലൈറ്ററൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വാഴത്തണ്ടുമ്മ കുത്തിയിട്ടാണ് കേട്ടോ കമ്പിത്തിരി കത്തിക്കുക. അവർക്ക് പേടിയാണ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ സ്റ്റാറില്ലേ, സ്പാർക്കിൾ ചെയ്യുന്ന ആ ടൈപ്പ് കമ്പിത്തിരിയെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതവരെ കൈമലിക്ക് തെറിക്കുന്നു പറഞ്ഞിട്ട് അത് വെട്ടാൻ അഭിച്ചേട്ടനെ വിട്ടു. മഴയത്ത് കമ്പിത്തിരി കത്തിക്കാം. മഴ നിന്നു, തണവുണ്ട്. അഭിച്ചേട്ടൻ കാറ് കുറച്ച് മുന്നിലോട്ട് കയറ്റിയിട്ടു കേട്ടോ, നമുക്കിത് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മലിക്ക് തെറിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഭിച്ചേട്ടൻ്റെ അവിടെ മജീദിക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കമ്പിത്തിരി കത്തിച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. കുഞ്ഞിക്കും മിന്നുവിനും ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. കുഞ്ഞി അല്ലെങ്കിൽ മിന്നൊക്കെ ഇന്നലെ കുറച്ച് ധൈര്യം സംഭരിച്ച് ചെയ്തു. മിന്നു അതിൻ്റെ ഇടയിലും മിന്നുവിൻ്റെ മേത്തിക്ക് എന്തോ തെറിക്കുന്ന പോലെ തോന്നിയിട്ട് മിന്നു വീണ്ടും പേടിയായിട്ട് അവൾ വീണ്ടും ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുക. സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് വെറൈറ്റി മേശപ്പൂക്കൾ ഉണ്ടായിരുന്നു, പിന്നെ ചക്രം ഉണ്ടായിരുന്നു, പിന്നെ കമ്പിത്തിരി, അത്രേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ വിഷു ഉണ്ടെന്ന് അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അബ്ചേട്ടൻ മേടിച്ചത്. കാരണം ഇത് ഇവിടെ നിന്ന് ഇതാക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അബ്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കുക ചെയ്യാറ്. ഇപ്രാവശ്യം അത് ഇന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷെ മഴ ഞങ്ങളെ ഞാനും അഭിച്ചേട്ടനും ആദ്യം ആമയും കൂടി തന്നെയായിട്ട് അതൊക്കെ കത്തിച്ചത്. കാരണം ബാക്കി എല്ലാവരും അവിടെ നിന്ന് കണ്ടിരുന്ന് ഞങ്ങളിതേ കമ്പിത്തിരി കത്തിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് ഈ ഡ്രസ്സ് വേഗം പോയി മാറ്റിയിട്ടു കേട്ടോ. കാരണം ഇതുമലേക്ക് എന്തെങ്കിലും അതിൻ്റെ സ്പാർക്കിൾ എന്തെങ്കിലും തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓട്ടയും. പിന്നെ മാത്രമല്ല വേഗം കത്തിപ്പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഡ്രസ്സിൻ്റെയും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ, ഞാൻ അയച്ചു തരാം. നല്ല ഡ്രസ്സാണ്, നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ്. പക്ഷെ ചൂട് കാലത്ത് ഞാനത് അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ നല്ല ഫിറ്റിംഗ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അധികം റേറ്റ് ഒന്നുമില്ല, 700 രൂപയുടെ ഉള്ളിൽ ടോപ്പും ബോട്ടമും കൂടി എല്ലാം കൂടി. ഇതിലൊരു ഈർപ്പം ഉള്ളതുകൊണ്ട് ഇനി ഇത് കത്തില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നന്നായി കത്തി, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി മിന്നു നിന്നപ്പോൾ ഞാൻ മിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, മിന്നു അധികം വീഡിയോസ് ഒന്നും എടുക്കാണ്ട്, കാരണം ഇങ്ങനത്തെ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഇന്ന് കാലത്താണ്, വിഷുവിൻ്റെ കാലത്താണ് അറിഞ്ഞത്. കാരണം കാലത്തിട്ടൊരു ഷോർട്സ് മൊത്തത്തിൽ റിമൂവ് ആയിപ്പോയി. അപ്പോൾ അതെ കണ്ട അബ്ചേട്ടൻ മജീദിക്കും വർത്താനം പറഞ്ഞവിടെ നിൽക്കുന്നു. മിന്നു പറഞ്ഞിട്ട് എനിക്കിത് ഷൂട്ട് ചെയ്ത് തന്നത്. മിന്നു ഇത് സൂം ചെയ്തെടുത്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതെ, പിള്ളേർക്ക് കത്തിക്കാനുള്ള വാഴത്തണ്ടിൻ്റെയോ പിന്നെ വേറെ ഏതോ മരത്തിൻ്റെയൊക്കെ പീസ് ഇപ്പോൾ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കത്തിക്കാൻ എളുപ്പത്തിന്. പിന്നെ മേശപ്പൂ കത്തിച്ചതൊക്കെ അപ്പം തന്നെ അബ്ചേട്ടൻ അടിച്ചു വാരി കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടികൾ അതുകൂടെ പാസ് ചെയ്ത് പോകുന്നതല്ല. അത് പല ദേശങ്ങളിൽ നിന്നുള്ളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, കാറിലിരുന്ന് എല്ലാവരും ചിറക്കോട് കാവടി കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല, ഏത് ഭാഗത്താണ് തുടങ്ങുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നിമ്മ ചേച്ചിനും നിശാന്തേട്ടനെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ ബ്ലോക്കാണ്, തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു ചേട്ടൻ. പക്ഷെ ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പിന്നെ ആൾ തിരിച്ചില്ല. പിന്നെ ഒരു പയ്യൻ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയിലേക്ക് കടത്തി വിട്ട് തന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പോകുമ്പോൾ 2 വീലറിലേ പോകാറുള്ളൂ. ഞാനും അബ്ചേട്ടനും പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 വീലറിലേ പോകാറുള്ളൂ. പക്ഷെ ഇത് കാറായതുകൊണ്ടാണ് കണ്ടോ ബ്ലോക്കിൽ കുറേ നേരം അവിടെ കിടന്നു. ഒരു വലിയ അമ്പലത്തിന്റെ അവിടേക്ക് എത്താറായി. തിരിച്ചു പോയേനെ നമ്മള്.
After a long time of hard work. അതിന്റെ ഇടയിൽ ആ പയ്യൻ വന്ന് കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ ബ്ലോക്ക് കാണിച്ച് പറഞ്ഞ് തിരിച്ചു പോന്നെ. ഷീജേശ്വരി ഇവിടെ എത്തി. റൈറ്റിലാണ് ഷീജേശ്വരി വീട്. സന്തോഷായ പഞ്ഞി വന്നപ്പോ സന്തോഷായ. ചിറക്കോട് കാവടിയും നമ്മുടെ തൈപ്പൂയ ഉണ്ടല്ലോ, കുറുക്കഞ്ചേരി പൂയും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. അവിടെ പകൽ ഒരു സെറ്റ് കാവടിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് പൂരം, പിന്നെ വീണ്ടും ആ സെയിം കാവടികൾ തന്നെ വൈകുന്നേരം വന്ന് കയറും കേട്ടോ. അതുകൊണ്ട് പുലർച്ചെ 4 മണി വരെ ഉണ്ട് അവിടെ കാവടി. പക്ഷേ അധികം ഉറക്കം തൂങ്ങി നിന്നോണ്ട് ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ പറയാം. പിന്നെ അമ്മച്ചേട്ടൻ നാളെ ജോലിക്ക് പോകണമല്ലോ, പിന്നെ അധികം നേരം നിന്നാൽ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറയാന്നിട്ട്, ഞാനൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൂരപ്പുറമ്പിലൊക്കെ കിടന്ന് നടന്നേനെന്നൊക്കെ ഞാൻ പറയുകയാണെ. ഇതിപ്പോൾ അത് നമുക്ക് പറ്റില്ല. എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പോണ വഴിക്കും ചിലതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ശിങ്കാരിമേള ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ഒരു അയ്യപ്പൻ്റെ ഒക്കെ ഇതിങ്ങനെ തല ആട്ടിയിരിക്കുന്ന ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ മിസ്സായി, എന്താ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെന്താ, ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.